അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് ചപ്പാത്തി, പിന്നെ തേങ്ങാപ്പാലുണ്ട്, കുടുതമീൻ പൊരിച്ചതുണ്ട്, കട്ടൻ ചായ, സാമ്പാർ, മീൻകറി. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയൊരു ഫ്ലോറും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ചായയോടെ എല്ലാം കഴിഞ്ഞു. അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ കഴുകി വെക്കണം. നമ്മൾക്ക് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ വെള്ളം പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ അതിൽ നിന്നാണ് കഴുകാറ്. പാത്രങ്ങളെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴുകാണ്. ഇതങ്ങനെ വെള്ളം വെച്ചിട്ടാണ് കഴുകട്ടോ. വീഡിയോ പിടിച്ച് തരാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് ഞാനത് കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒക്കെ അടക്കി വെച്ചു. ഇനി നമുക്ക് ചോറിന് തീ പൊട്ടണം. ചെറിയൊരു ചെമ്പിനാണ് ഞാൻ ചോറ് വെക്കുന്നത്. അപ്പോൾ പിന്നെ അടുപ്പിനാണെങ്കിൽ കുറച്ച് വലിപ്പം വായവട്ടം കൂടുതലാണ്. അപ്പോൾ ചെറിയ പാത്രങ്ങളൊന്നും വെക്കുമ്പോൾ അതിലേക്ക് നന്നായി ഇറങ്ങിയിരുന്നിട്ട് ആകെ കരി പിടിച്ചിട്ടും പുക പോവാത്ത അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഗ്യാസ് വാങ്ങിയതിന് മുമ്പിൻ്റെ ഒരു മണ്ണെണ്ണ സ്റ്റവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുപ്പങ്ങളൊക്കെ കേടുവന്ന് പോയി. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് തീ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് വേഗം സാധനങ്ങൾ വേവിച്ചെടുക്കാനും, ചോറൊക്കെ ആണെങ്കിൽ വേഗം ചൂടായി കഴിഞ്ഞാൽ ചൂടങ്ങനെ നിലനിന്നോളും. പിന്നെ ചെറിയൊരു തീയിൽ കിടന്നിട്ട് ചോറൊക്കെ പെട്ടെന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ കുറച്ചായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ് ഇതിങ്ങനെ ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കത്തിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഭാഗം ഇതിൻ്റെ കല്ലുമ്മ തട്ടിയിരിക്കണില്ല. അപ്പോൾ അവിടെ ഞാനൊരു ഓട് കഷ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇളകാതെ ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തുകൂടെ ഇങ്ങനെ തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതാ ഇതിൽ വെച്ചു. ഒന്ന് കത്തി ശരിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ചെമ്പുമ്മേൽക്കൊന്നും അധികം പുക പിടിക്കില്ല. വേഗം അത് തിളച്ച് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ചോറ് തിളപ്പിക്കാനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചോറ് കണ്ടോ പെട്ടെന്ന് ചൂടായി ഒന്നുകൊണ്ട് വെള്ളമൊക്കെ പെട്ടെന്ന് കാഞ്ഞ പോലെ അതിൻ്റെ ചോറ് തിളപ്പിക്കാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തിളച്ചുട്ടാ ഞാനത് വാർക്കാൻ പോവാണ്. അപ്പോൾ ചോറ് ഞാനവിടെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് വാർന്നു തരട്ടെ. അപ്പുറത്ത് ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്നിട്ട് മെല്ലെ ചൂടായിട്ട് വരട്ടെ. ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.